എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്കറിയാം, ഈ കഴിഞ്ഞ നമ്മുടെ സംസ്ഥാന അവാർഡിൽ ഗാനരചയിതാവിനുള്ള അവാർഡ് ഏവർക്കും രസകരമായി തോന്നിയ ഒരവാർഡാണ്. അത് ശ്രീമാൻ വേടനാണ് നൽകിയത്. അതായത് ഹിരൺദാസ് മുരളി എന്നൊക്കെ പറയുന്നു. എന്തടിസ്ഥാനത്തിലാണ് അവാർഡ് കൊടുത്തതെന്ന് നമുക്കറിയില്ല. എന്തായാലും അത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഹോം എന്ന ഏറ്റവും നല്ല ഒരു ചിത്രത്തിൽ ഇന്ദ്രൻസ് അഭിനയിച്ച് നല്ലൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവസരത്തിൽ മറ്റൊരു കാരണം പറഞ്ഞ് അവാർഡ് നിരസിച്ചപ്പോഴും ഇത്തരുണത്തിൽ ആരോപിതനായിട്ടുള്ള ഈ പറയുന്ന മാന്യന് സംസ്ഥാന ഗാന രചയിതാവിനുള്ള അവാർഡ് കൊടുത്തപ്പോഴും നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ മൂല്യച്യുതിയായി മാറി എന്നുള്ളതിന് തർക്കമില്ല. കാരണം വേറൊന്നുമല്ല, ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ മനോഹരമായി അഭിനയിച്ച ഇന്ദ്രൻസ് പോലുള്ള ആ നടന്മാർക്ക് ഒരു നിസ്സാര കാരണത്തിൻ്റെ ഫലമായി അവാർഡ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ക്വാളിഫിക്കേഷനിലാണ് ഈ അവാർഡ് കൊടുത്തതെന്ന് പലപ്പോഴും പലവട്ടം ചിന്തിച്ചു നോക്കി. ഒരെത്തും പിടിയും കിട്ടിയില്ല. നിങ്ങൾക്ക് ഏവർക്കും അത് തന്നെയായിരിക്കും ചിന്ത എന്ന് തോന്നുന്നു. ചിലപ്പോൾ ചിലർ മാറി ചിന്തിച്ചേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ചില ആൾക്കാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കൂട്ടായ്മകളെ, അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു കൂട്ടായ്മയെ തകർക്കുന്ന, അല്ലെങ്കിൽ ആ കൂട്ടായ്മയെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു ഭയം കൂടിയുണ്ടോ എന്ന് സംശയം. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നന്ദഗോവിന്ദം ഭജൻ എന്ന് പറയുന്ന ഭജന ട്രൂപ്പുണ്ട്. 10-25 വർഷമായി കഠിനമായ പരിശ്രമത്തിലൂടെ അവർ അത് തുടർന്നു കൊണ്ടുപോകുന്നു. ഈ അടുത്ത കാലത്ത് മുതൽ വളരെ ഭംഗിയായി എല്ലാവരും കാതോർക്കുന്ന ഒരു ഭജന സംഘമായിട്ട് മാറി അവർ. നമുക്കറിയാം, ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല, അമ്പലങ്ങളിൽ മാത്രമല്ല, പൊതുവേദികളിൽ നിറഞ്ഞ് കവിഞ്ഞ സദസ്സിനു മുമ്പിൽ അവർ ഒത്തൊരുമിച്ച് കൂട്ടായ്മയോടുകൂടി പാടുകയും ആ പാടുന്ന അവസരത്തിൽ കാഴ്ചക്കാർക്ക് കൂടി അതിൽ പങ്കാളിത്തം നൽകുന്ന രീതിയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു കുളിർമയുള്ള കാഴ്ച. ആ നേർക്കാഴ്ച വളരെ ഭംഗിയുള്ളതാണ്. അവിടെ ശരിക്കു പറഞ്ഞാൽ ഒരു കൂട്ടായ്മ, സംഗീത പ്രേമികളുടെ ഒരു കൂട്ടായ്മ. അവിടെ ഹിന്ദു ഭജന കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ആ സംഗീതത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ ആ ഒരേ ഒരു കാര്യം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയും. അവിടെ വേറൊരു തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളോ മറ്റോ ഒന്നും കാണാതെ എല്ലാം മറന്നുകൊണ്ട് ആ ഗാനത്തിൽ ലയിച്ചു പോകുമ്പോൾ നമ്മൾ തന്നെ ആരും അറിയാതെ ഒന്നുപോലെയാകുന്ന ഒരവസ്ഥ. അതാണ് കൂട്ടായ്മ. അതാണ് ഈ രാജ്യത്തിന് വേണ്ടത്. അത് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, 10-25 വർഷമായി ഈ ട്രൂപ്പ് തുടങ്ങിയിട്ടെന്ന് കേട്ടിട്ടുണ്ട്. ആളുകൾ പോലും വളരെ തുച്ഛമായിരുന്ന അവസരത്തിൽ അവരത് കൊണ്ടു നടന്ന് കഠിന പ്രയത്നത്തിലൂടെ നമുക്കറിയാം തളരാതെ പല
എന്താ പറയുക, പ്രശ്നങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരെ ശക്തമായ ഉറപ്പോടെ കഠിന പരിശ്രമത്തിലൂടെ അവർ ആ വിജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, വിദേശത്ത് പോലും വളരെയധികം കാഴ്ചക്കാരും കേൾവിക്കാരുമുള്ള നന്ദഗോവിന്ദം ഭജൻ ട്രൂപ്സിന് ഇനിയും ഉയർന്ന മേഖലകളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അവരുടെ ഈ ആത്മാർത്ഥമായിട്ടുള്ള ഈ ഭജനയിലൂടെ കുറേയേറെ പേരുടെ ഐക്യദാർഢ്യത്തോടുകൂടി, ഒത്തൊരുമയോടുകൂടി, ഏകമനസ്സോടുകൂടി ഭാരത സംസ്കാരത്തെ എല്ലാ ദിക്കിലും ഒരേപോലെ എത്തിക്കുവാൻ സാധിക്കട്ടെ. നമുക്കറിയാം, ഇത് വേടനല്ല, വേട സംസ്കാരമല്ല. അവര് കുറ്റാരോപിതനായിട്ട് പോലും ആ അവാർഡ് കൊടുക്കുമ്പോൾ അതിലെത്രയോ മാന്യമായിട്ടുള്ള സംഗതികളാണ് മറ്റൊരു കൂട്ടായ്മയിലൂടെ കാണുന്നത്. അപ്പോൾ കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മയ്ക്ക് ശരിക്കു പറഞ്ഞാൽ ആത്മാർത്ഥതയും വേണം, സാമൂഹിക നന്മയും വേണം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് ഊട്ടി ഉറപ്പിക്കുന്നതുമായിരിക്കണം. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തായാലും നമ്മുടെ സാംസ്കാരിക കേരളം വളരെ അധപ്പതിച്ചിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നും, നമ്മൾ മറ്റുള്ളവരുടെ പോലെ അല്ല, കണ്ടും കേട്ടും മനസ്സിലാക്കിയുമാണ് മുന്നോട്ട് പോകുവാൻ കഴിയുന്നത് എന്ന് ഒന്നുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കൂട്ടായ്മയെ ഞാൻ കണ്ടത്. അപ്പോൾ ആവശ്യമില്ലാത്തതിനെ നമുക്ക് തിരസ്കരിക്കണം. അത് നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മുടെ തലമുറയുടെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ന്യൂജൻസിനെ നമുക്ക് തകർക്കുന്ന രീതിയിലേക്കാകാതെ അവരെയെല്ലാം ഒന്നിച്ച് നമ്മുടെ സാംസ്കാരികതയിലൂടെ മുന്നോട്ട് പോകുവാൻ ഇത്തരം കൂട്ടായ്മകൾക്ക് കഴിയണം. അതാണ് നമുക്ക് വേണ്ടത്. അത് കഴിവിനെ അംഗീകരിക്കുക, കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് നയിപ്പിക്കുക. ആ മുന്നോട്ട് നയിക്കുന്നതിലുള്ള കഷ്ടപ്പാടുകളെ അവരവരുടെ പരിശ്രമം കൊണ്ട് തകർത്തെറിയുമ്പോൾ ആ പരിശ്രമത്തെ നമ്മൾ അഭിനന്ദിക്കുക. നമ്മൾ അവരോട് കൂടെ ചേർന്ന് നമ്മുടെ മനസ്സും ഹൃദയവും തുറന്ന് അവരോടൊപ്പം നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഒന്നിക്കാം. നന്ദി, നമസ്കാരം.